കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്ക് സമീപം സ്ഥിതിചെയ്യുന്ന അതീവ ചരിത്രപ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് മുജുകുന്ന് ഭഗവതി ക്ഷേത്രം. മുജുകുന്ന് ക്ഷേത്രം പ്രശസ്തമാകാൻ പ്രധാന കാരണം അവിടെയുള്ള അപൂർവമായ മരപ്പണികളും ചുവർച്ചിത്രങ്ങളുമാണ്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലും നമസ്കാരമണ്ഡപത്തിലും രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകൾ പറയുന്ന അതിമനോഹരമായ ദാരുശില്പങ്ങൾ കാണാം. കേരളത്തിലെ പൈതൃക വാസ്തുവിദ്യ പഠിക്കുന്നവർക്ക് ഇതൊരു വലിയ നിധിയാണ്. ഐതിഹ്യങ്ങൾ പ്രകാരം മുജുകുന്ദ മഹർഷി തപസ് ചെയ്ത ഇടമാണിതെന്നും അതിനാലാണ് ഈ സ്ഥലത്തിന് മുജുകുന്ന എന്ന പേര് ലഭിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. മുജുകുന്ദ മഹർഷി പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ വിഗ്രഹമെന്നും വിശ്വാസമുണ്ട്. കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാരുടെ കുടുംബവുമായി ഈ ക്ഷേത്രത്തിന് അടുത്ത ബന്ധമുണ്ട്. സാമൂതിരിയുടെ പടയോട്ടക്കാലത്തും ഭരണകാലത്തും ഈ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നു. പണ്ടുകാലത്ത് ഈ പ്രദേശത്തെ ഭരണകാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു മുജുകുന്ന്. മുജുകുന്ന് ഭഗവതി ക്ഷേത്രത്തിനൊപ്പം തന്നെ അവിടെയുള്ള മുജുകുന്ന് ശിവക്ഷേത്രവും പ്രശസ്തമാണ്. ഭഗവതിയെ ശാന്തസ്വരൂപിണിയായാണ് ഇവിടെ ആരാധിക്കുന്നത്. ഇവിടുത്തെ ശ്രീകോവിലിനു ചുറ്റുമുള്ള ചുവർച്ചിത്രങ്ങൾ കാലപ്പഴക്കം ചെന്നതാണെങ്കിലും അവയുടെ ശൈലി സവിശേഷമാണ്. ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവത്തിന് വലിയ ജനപങ്കാളിത്തമുണ്ടാകാറുണ്ട്. മുജുകുന്ന ഭഗവതി ക്ഷേത്രത്തിലെ ദാരുശില്പങ്ങൾ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്ഷേത്രകലാരൂപങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇവയുടെ ശില്പഭംഗിയും സൂക്ഷ്മതയും യുനെസ്കോയുടെ പോലും ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ളതാണ്. ക്ഷേത്രത്തിലെ നമസ്കാരമണ്ഡപത്തിന്റെ സീലിംഗിലും തൂണുകളിലുമാണ് അതിമനോഹരമായ ദാരുശില്പങ്ങൾ കാണപ്പെടുന്നത്. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും പ്രധാന കഥാസന്ദർഭങ്ങൾ ഇവിടെ തടിയിൽ കൊത്തിവച്ചിട്ടുണ്ട്. ദശരഥന്റെ പുത്രകാമേഷ്ടി യാഗം മുതൽ രാവണവധം വരെയുള്ള കഥകൾ വളരെ സൂക്ഷ്മമായി ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. മണ്ഡപത്തിന്റെ മുകളിൽ നവഗ്രഹങ്ങളെ കൊത്തിവച്ചിരിക്കുന്നത് ഏറെ ആകർഷകമാണ്. ഓരോ ഗ്രഹത്തെയും അവയുടെ വാഹനങ്ങളോടും ആയുധങ്ങളോടും കൂടി തടിയിൽ മിഴിവോടെ ഒരുക്കിയിരിക്കുന്നു. ശില്പങ്ങളിലെ കഥാപാത്രങ്ങളുടെ മുഖഭാവങ്ങൾ, ആഭരണങ്ങൾ, വസ്ത്രാലങ്കാരങ്ങൾ എന്നിവയിലെ കൃത്യത അത്ഭുതപ്പെടുത്തുന്നതാണ്. 13-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനുമിടയിലുള്ള നിർമ്മാണശൈലിയാണിവയെന്ന് പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. കേരളത്തിലെ തനത് ദാരുശില്പകലയുടെ ഉത്തമ ഉദാഹരണമായി ചരിത്രകാരനായ MGS നാരായണൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ശില്പങ്ങളുടെ ചരിത്രപരവും കലാപരവുമായ മൂല്യം കണക്കിലെടുത്ത് സംസ്ഥാന പുരാവസ്തുവകുപ്പ് ഇവ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കാലപ്പഴക്കം ചെന്നിട്ടും ഈ ശില്പങ്ങൾ ഇന്നും വലിയ കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുന്നു എന്നത് അന്നത്തെ തച്ചുശാസ്ത്ര വൈദഗ്ധ്യത്തിന്റെ തെളിവാണ്. മുജുകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ദാരുശില്പങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പരിശോധിച്ചാൽ അവ കേവലം അലങ്കാരങ്ങൾ മാത്രമല്ല, മറിച്ച് അക്കാലത്തെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്രത്തിന്റെ അടയാളങ്ങൾ കൂടിയാണെന്ന് കാണാം. ഈ ശില്പങ്ങളിൽ കാണുന്ന ആഭരണങ്ങളും വസ്ത്രധാരണ രീതിയും മധ്യകാല കേരളത്തിലെ രീതികളെ പ്രതിഫലിപ്പിക്കുന്നു. കഥകളിയിലെയും മറ്റു അനുഷ്ഠാന കലകളിലെയും വേഷവിധാനങ്ങളോട് സാമ്യമുള്ള രീതിയിലാണ് പല രൂപങ്ങളും കൊത്തിവച്ചിരിക്കുന്നത്. ഇത് അക്കാലത്തെ കലകൾ തമ്മിലുണ്ടായിരുന്ന പരസ്പര സ്വാധീനത്തെ കാണിക്കുന്നു. ശ്രീരാമ പട്ടാഭിഷേകം നമസ്കാരമണ്ഡപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. രാജകീയ പ്രൗഢിയോടെയിരിക്കുന്ന ശ്രീരാമനെയും ചുറ്റുമുള്ള വാനരപ്പടയെയും സഭാംഗങ്ങളെയും വളരെ തന്മയത്വത്തോടെ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ശിവനും അർജുനനും തമ്മിലുള്ള യുദ്ധം ചിത്രീകരിക്കുന്ന ശില്പങ്ങളും ഇവിടെയുണ്ട്. ഓരോ ശില്പവും ഒരു കഥ പറയുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ശില്പങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് പ്രധാനമായും തേക്ക്, ഈട്ടി തുടങ്ങിയ ഈടുനിൽക്കുന്ന തടികളാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും തടിയിലുണ്ടായ ഈ വർക്കുകൾക്ക് വലിയ തേയ്മാനം സംഭവിക്കാത്തത് അന്നത്തെ വിദഗ്ധരായ തച്ചന്മാരുടെ മിടുക്കാണ്. ശില്പങ്ങളിലെ ഓരോ ചെറിയ ഭാഗവും കൃത്യമായി വേർതിരിച്ചറിയാൻ സാധിക്കും. യുനെസ്കോയുടെ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് അവാർഡിന് പരിഗണിക്കപ്പെട്ട കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മുജുകുന്ന്. ഇവിടുത്തെ തച്ചുശാസ്ത്രവും ദാരുശില്പങ്ങളും അത്രത്തോളം ആഗോള ശ്രദ്ധ അർഹിക്കുന്നവയാണ്. ക്ഷേത്രത്തിനകത്ത് ഫോട്ടോ എടുക്കുന്നതിന് നിയന്ത്രണമുണ്ട്. എന്നിരുന്നാലും ചരിത്രത്തോട് താൽപ്പര്യമുള്ള ഒരാൾക്ക് ഈ ശില്പങ്ങൾ നേരിട്ട് കാണുന്നത് വലിയൊരു അനുഭവമായിരിക്കും. മുജുകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ കേരളീയ ക്ഷേത്ര നിർമ്മാണ ശൈലിയുടെ ഉത്തമ ഉദാഹരണമാണ്. ലളിതമെന്ന് തോന്നുമെങ്കിലും അതീവ സങ്കീർണവും ശാസ്ത്രീയവുമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. ഈ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിൽ ദ്വിതല രീതിയിലുള്ളതാണ്. താഴത്തെ നില ചതുരാകൃതിയിലും മുകൾ നില അല്പം കൂടി ചെറുതുമാണ്. ചെമ്പ് തകിടുകൾ കൊണ്ട് മേഞ്ഞ മേൽക്കൂരയാണ് ഇതിനുള്ളത്.
ശ്രീകോവിലിന്റെ ഭിത്തികളിൽ മനോഹരമായ ചുവർചിത്രങ്ങൾ പണ്ട് നിലനിന്നിരുന്നു. വാസ്തുവിദ്യയുടെ കാര്യത്തിൽ മുജുകുന്നിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം നമസ്കാരമണ്ഡപമാണ്. നെടുനായകത്വം വഹിക്കുന്ന 4 പ്രധാന തൂണുകളും അവയ്ക്ക് മുകളിലെ ഉത്തരങ്ങളും തച്ചുശാസ്ത്രപ്രകാരം കൃത്യമായ അളവുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ മറ്റു പഴയ ക്ഷേത്രങ്ങളെപ്പോലെ തന്നെ വെട്ടുകല്ലിലാണ് ഇതിന്റെ അടിത്തറയും ഭിത്തികളും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ പുറം ഭിത്തിയിൽ മരത്തിൽ നിർമ്മിച്ച വിളക്കുമാടങ്ങൾ കാണാം. സന്ധ്യാസമയത്ത് ഈ വിളക്കുകൾ തെളിക്കുമ്പോൾ ക്ഷേത്രത്തിന് ലഭിക്കുന്ന ശോഭ അതിന്റെ വാസ്തുഭംഗിയെ കൂടുതൽ എടുത്തു കാണിക്കുന്നു. മുജുകുന്ന് ക്ഷേത്രത്തിലെ നിർമ്മാണ രീതികളിൽ പണ്ട് നിലനിന്നിരുന്ന തന്ത്രസമുച്ചയം തുടങ്ങിയ വാസ്തുവിദ്യാ ഗ്രന്ഥങ്ങളിലെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. കാറ്റും വെളിച്ചവും സുഗമമായി കടന്നുപോകത്തക്ക രീതിയിലുള്ള ജനാലകളും വാതിലുകളും കേരളത്തിലെ ചൂടുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മുജുകുന്ന് ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ അവിടുത്തെ പ്രധാന ഗോപുരത്തിൽ നിന്നും ശ്രീകോവിലിലേക്കുള്ള ദൂരവും അങ്കണത്തിന്റെ വ്യാപ്തിയും ശ്രദ്ധിച്ചാൽ അന്നത്തെ ശില്പികൾ പുലർത്തിയ ജ്യാമിതീയമായ കൃത്യത നമുക്ക് മനസ്സിലാക്കാം. കൊയിലാണ്ടിയിൽ നിന്ന് ഏകദേശം 6-7 കിലോമീറ്റർ ദൂരത്തിലാണ് മുജുകുന്ന് സ്ഥിതി ചെയ്യുന്നത്.